ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓണം സദ്യ സീരീസിലെ 8ാമത്തെ വിഭവമായിട്ടുള്ള അവിയലാണ്. അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? ഞാനപ്പോൾ ഇത് പാലക്കാട് സ്റ്റൈലിലുള്ള അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ എടുക്കുക. ഞാനിവിടെ കുമ്പളങ്ങയും പയറും അതുപോലെ മുരിങ്ങക്കായും വാഴയ്ക്കും പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്കിനി ഇതെല്ലാം നല്ലതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും വേണമെങ്കിൽ എടുക്കാം. ഇപ്പം ചേനയും ഒക്കെ ഇതിലോട്ട് ഇടാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. ഇപ്പം നമ്മൾക്ക് തക്കാളിയും വഴുതനങ്ങ അങ്ങനെയുള്ളത് പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള പച്ചക്കറികളൊന്നും സാധാരണ അവിയലിലോട്ട് ചേർക്കാറില്ല. പൊതുവെ പറയുക 13 തരത്തിലുള്ള പച്ചക്കറികളാണ് ഇതിലോട്ട് ചേർക്കാമെന്നാണ്. പക്ഷെ നമ്മുടെ ഇപ്പം ഉള്ളത് വെച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത് പയറും അതുപോലെ തന്നെ വാഴയ്ക്കും എല്ലാം ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്. നേന്ത്രവാഴയാണിത്. അപ്പം ഇനി കുറച്ച് പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും കൂടെ ഇടുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്കിനി തേങ്ങ അരച്ചെടുക്കണം. ഇതിലോട്ട് 2 പച്ചമുളകും കറിവേപ്പിലയും ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് അരച്ച് ചേർക്കേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞ് ഉടയാൻ പറ്റില്ല. കറക്റ്റ് വേവ് ആകുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇതിലോട്ട് തേങ്ങ ചേർക്കാം. തേങ്ങ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ആ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് തൈര് ഒഴിക്കണം. ഇതിലോട്ട് 1/2 കപ്പ് കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം അത് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പിലയും കൂടെ ഇടുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. ഇതൊരു പാലക്കാട് സ്റ്റൈലിലുള്ള അവിയലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടാതെ വെള്ള കളറിലിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു ഓണം റെസിപ്പി ആയിട്ട് നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.